കിട്ടുന്ന വിവരം അനുസരിച്ച് റോഷിപാൽ, ഈ മാറ്റങ്ങളെല്ലാം ഇന്നലെ ഉത്തരവ് വളരെ തിടുക്കപ്പെട്ട് ഇറക്കുകയായിരുന്നു. അതിൽ SP, DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്കെല്ലാം സ്ഥാനചലനം ഉണ്ടായിട്ടുണ്ട്. പല പുതിയ തസ്തികകളിലേക്കും പലരെ നിയമിക്കുന്നതടക്കമാണ് ഇന്നലെ വിശദമായ ഉത്തരവ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അതൊരു സൂചനയായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുമല്ലേ? കാര്യം ഇനിയും ക്രമസമാധാന ചുമതലയിൽ അജിത് കുമാറിനെ ഇരുത്തുന്നത് ആത്മഹത്യാപരമാണെന്ന് സർക്കാർ കരുതുന്നുണ്ട്. CPM കൈവിട്ടു. CPI ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും കത്ത് നൽകുകയും ചെയ്തു. മാത്രവുമല്ല D രാജയുടേതടക്കം വളരെ രൂക്ഷമായ പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് LDF യോഗം വരെ എത്താനുള്ള സാധ്യതയില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് റോഷി? അരുൺകുമാർ, PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അപ്പുറത്ത് RSSന്റെ നേതാക്കളുമായി ADGP MR അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ച, അതാണ് ഏറ്റവും കൂടുതൽ CPM നേതൃത്വത്തെ അല്ലെങ്കിൽ സർക്കാരിനെ പ്രതിരോധത്തിലാകുന്നത്. അങ്ങനെ ഒരു സ്വകാര്യ കൂടിക്കാഴ്ച അത് നിയമപരമായ അല്ലെങ്കിൽ ചട്ടപരമായ ലംഘനമല്ലെങ്കിൽ പോലും CPM ഉയർത്തുന്ന LDF ഉയർത്തുന്ന രാഷ്ട്രീയ നിലപാടിന് എതിരാണ്. ആ ഒരു സാഹചര്യത്തിൽ CPI അത് വലിയ വിമർശന വിധേയമാക്കുന്നു. അതും പൊതു ഇടത്തിലാണ് CPI ഇത്തരം വിമർശനങ്ങൾ ഉയർത്തുന്നത്. പ്രതിപക്ഷമാണെങ്കിൽ ഇതൊക്കെ ആയുധമാക്കുന്നു. മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് MR അജിത് കുമാർ ഇത്തരം കൂടിക്കാഴ്ച നടത്തിയത്. ഈ ഒരു സാഹചര്യത്തിൽ സർക്കാർ പ്രതിരോധത്തിലായ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അത് വളരെ വേഗത്തിൽ തന്നെ എടുക്കും. കാരണം LDF യോഗത്തിൽ വീണ്ടും CPI രൂക്ഷമായ വിമർശനം ഈ കാര്യത്തിൽ ഉന്നയിക്കും. അങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കാനുള്ള അവസരം ഒഴിവാക്കാനാണ് സാധ്യത. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. താങ്ക് യു റോഷിപാൽ, താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ. LDFന്റെ യോഗം ഇന്ന് 3 മണിക്കാണ്. ക്യാബിനറ്റ് 10 മണിക്കുണ്ട്. ക്യാബിനറ്റ് ഒരുപക്ഷെ ക്രമസമാധാനത്തിന് ചുമതലയുള്ള ADGP നീക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകുമോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. എന്തായാലും LDF യോഗം വരെ അങ്ങനെ തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അത് നീട്ടിക്കൊണ്ടു പോകാനുള്ള സാധ്യതയില്ല. അതിൻ്റെ സൂചന, അതിൻ്റെ ഒരു പശ്ചാത്തലം ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി കേരള പോലീസിലെ വലിയ അഴിച്ചുപണിയുടെ ഒരു ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട്. പലർക്കും സ്ഥാനചലനമുണ്ട്, പലർക്കും ട്രാൻസ്ഫറാണ്, പലർക്കും മറ്റു പുതിയ വകുപ്പുകളിലേക്കാണ് മാറ്റം ഉത്തരവ് പ്രകാരം വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ഘട്ടത്തിൽ വരാനിരിക്കുന്നത് ADGPമാരുടെയും DGPമാരുടെയും IG മാരുടെയും ഒക്കെ സ്ഥാനചലനമാണ്. ഒരുപക്ഷെ അതും ഇന്ന് വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ കേരള പോലീസിലെ മൊത്തമുള്ള അഴിച്ചുപണിയുടെ ഭാഗമായി ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റി എന്നൊരു വിശദീകരണത്തിലേക്ക് സർക്കാരിന് പോകാൻ സാധിക്കും. MR അജിത് കുമാറിനെ മാത്രം മാറ്റുമ്പോഴാണല്ലോ അത് വിവാദമാവുന്നത്. എന്തായാലും അങ്ങനെയൊരു അങ്ങനെയൊരു ഭരണരീതിയാണ്, ഒരു ശൈലിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം നമുക്കതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. നിർണായകമായ വിവരത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അതിനിടയിലാണ് ADGP MR അജിത് കുമാർ അവധി അപേക്ഷ പിൻവലിച്ചുകൊണ്ടുള്ള കത്തിപ്പോൾ DGPക്ക് നൽകിയിരിക്കുന്നത്.